हेलो बच्चों, क्या हाल चाल? बहुत बढ़िया। आज ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിന് ഇതുവരെ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതുവരെ എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല, അനുക്രമണിക എന്താണെന്ന് അറിയത്തില്ല, എന്താണ് ചാപ്റ്റേഴ്സ് അറിയത്തില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്കും എന്തായാലും പഠിച്ചവർക്കും എന്തായാലും വേണ്ട തന്നെയാണ്. കാരണം ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഒരു ചോദ്യത്തിൽ തന്നെയാണ്, 4 മാർക്കിന്റെ ഓർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും ഇതുവരെ പഠിക്കാത്തവർക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അറിയാം, നിങ്ങളുടെ കുറച്ചൊന്ന് ലാംഗ്വേജ് വായിക്കാൻ അറിയാം, മനസ്സിലാക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ 4+1 5 മാർക്ക് നിങ്ങൾക്ക് 40-ൽ ഇതുവരെ ഹിന്ദി പഠിക്കാത്തതും ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. കുറച്ചൊന്ന് നിങ്ങൾ മനസ്സ് വെച്ചാൽ കിട്ടാൻ പോകുന്നത് 5 മാർക്കാണ്. ഇതുവരെ ഹിന്ദി പഠിക്കാത്തതും ഇതുവരെ ഹിന്ദി നോക്കാത്തവർക്കും എന്താണ് ചാപ്റ്റേഴ്സ് എന്ന് അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? നിങ്ങളുടെ അവസാനത്തെ പേജിൽ അവിടെ നിങ്ങൾക്ക് 16-ാമത്തെ 16-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു സൂചന എന്താണ്? നീച്ചേ ദിയേ ഖണ്ഡ് പഠേ. ഓക്കെ, നിങ്ങളുടെ സിലബസിലൊന്നും ഇല്ലാത്ത തന്നെ പുറത്തുള്ളൊരു ഖണ്ഡ് നിങ്ങൾക്ക് തരും. നിങ്ങൾ അതെങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നു, ഉത്തരം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 15 से जो 16 जो उनकी जो उत्तर लिखे 15-16 उत्तर ഇതിക്കോ 1+4 5 മാർക്സ്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. ഇതിഹാസ് സംസ്കൃതി और आधुनिकता मॉडर्नाइजेशन का एक अद्भुत संगम है दिल्ली. ഓക്കെ, ഇതിഹാസ് എന്ന് പറയുന്ന നമ്മുടെ ചരിത്രവും അതുപോലെ തന്നെ എന്താണ് സംസ്കൃതി എന്ന് പറയുന്ന കൾച്ചറും ഓക്കെ, എല്ലാം ആധുനികത മോഡേണൈസേഷനും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടും അതുപോലെ തന്നെ കൾച്ചറലായിട്ടും അതുപോലെ തന്നെ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ടും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ആയിട്ടുള്ളത് സംഘമായിട്ടുള്ള സിറ്റി ഏതാണ്? ഡൽഹി എന്നാണ് പറയുന്നത്. ലാൽ കില, എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത? ലാൽ കില, കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, ഓക്കെ, ജന്തർ മന്ദർ ആദി യഹാ കാ ശാൻദാർ പീസ്ഫുൾ പര്യടക് സ്ഥാൻ ഹേ. പര്യടക് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയാറില്ലേ, ജോ ക്യാ കർത്തെ, പര്യടനത്തിന് പോവുക എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ തന്നെ സന്ദർശന സ്ഥലമാണ്, മെയിൻ ആയിട്ടുള്ള സന്ദർശന സ്ഥലമാണ്. രാജ്ഘാട്ട് മഹാത്മാഗാന്ധിക്ക് ജോ സമാധി സ്ഥാന്. ഓക്കെ, രാജ്ഘാട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമാണ്. മഹാത്മാഗാന്ധി പോർബന്ദർ ഗുജറാത്തിലാണ് ജനിച്ചെങ്കിലും അദ്ദേഹത്തിന് മരിച്ചത് എവിടെയാണ്? ഓക്കെ, നമ്മൾക്ക് അതൊക്കെ പഠിച്ചതാണ് ഹിസ്റ്ററിയിൽ. രാജ്ഘട്ടിലാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് എന്താണ്? ലാൽ കിലെ കാ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഭാരത് കെ ഇതിഹാസ് കോ ജീവാന്ത് കർത്താ ഹൈ. ആ ഒരു അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പരിപാടി ഉണ്ട് രാത്രി കാണുന്നത്. അതെന്താണ്? എനിക്കൊക്കെ ജോ ഭാരത് കെ ഇതിഹാസ് കോ ജീവാന്ത് കർത്താ ഹൈ. അവിടെ പണ്ടത്തെ ആ പൂർവികരുടെ ആ ഒരു അവരുടെ ഫൈറ്റിങ്ങും ഓക്കെ ഇതൊക്കെ കാണിച്ച് അവരുടെ പോരാളികൾ അവരൊക്കെ വീരതയൊക്കെ കാണിച്ചുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടിയൊക്കെ എന്താണ്? അവരുടെ ഒരു ജീവൻ, അവർക്കൊക്കെ വീണ്ടും ഒരു പുതുജീവൻ കൊടുക്കുന്ന പോലെയാണ്. ദില്ലി കെ ബീച്ചോം ബീച്ച് സ്ഥിതി ഇന്ത്യ ഗേറ്റ് ഏക് യുദ്ധ സ്മാരക. ഇന്ത്യ ഗേറ്റൊക്കെ പറയുന്നത് എന്താണ്? നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത അവരുടെയൊക്കെ യുദ്ധസ്മാരകമായിട്ടാണ് പറയുന്നത്. രാഷ്ട്രീയ സംഗ്രഹാലയ ഭാരത് കെ സബ്സെ ബഡെ സംഗ്രഹാലയോ മേ സെ ഏക്. രാഷ്ട്രീയ സംഗ്രഹാലയങ്ങളൊക്കെ എന്താണ്? സബ്സെ ബഡെ, ഏറ്റവും വലിയ സംഗ്രഹാലയങ്ങളായിട്ടാണ് പറയുന്നത്. താജ്മഹൽ യഹാ സെ ലഗ്ഭഗ് 200 കിലോമീറ്റർ ദൂര. 200 കിലോമീറ്റർ താജ്മഹൽ ഇവിടുന്ന് ദൂരെയുണ്ട്. ആഗ്രാ മേ യമുന കെ കിനാരെ പർ സ്ഥിത്. ആഗ്രയിൽ എവിടെയാണ്? യമുന നദി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജോ അനശ്വർ പ്രേം കാ പ്രതീക് ഹൈ. അനശ്വർ പ്രേം കാ പ്രതീക് ഹൈ. ഹിസ്റ്ററി അറിയുന്നവർക്ക് അറിയാം അത് അനശ്വരമാണോ നശ്വരമായിട്ടുള്ള പ്രേമകഥയാണോ എന്ന്. സോ എന്താണ് ഇവിടെ നമുക്ക് തിരിച്ചെത്താം. ഷാജഹാന്റെയും മുംതാസിന്റെയും ആ പ്രണയത്തെയാണ് പറയുന്നത്. രാഷ്ട്രപതി ഭവൻ കെ ഭീതർ സ്ഥിത് മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാൻ എന്ന് പറയുന്നത് ആ ഒരു ഗാർഡൻ, അവിടുത്തെ പൂന്തോട്ടം അമൃത് ഉദ്യാൻ എന്നും പറയും. സുന്ദർ ഫൂലോं की किस्मों और मुगल शैली मुगल शैली की जो वास्तुकला के लिए मशहूर है. എന്താണ്? നല്ല പൂവും അതുപോലെ തന്നെ ആ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടൊക്കെ വളരെ ഫേമസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖണ്ഡ് പാരഗ്രാഫ് അവസാനിക്കുന്നു. ഉത്തരം നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ചോദ്യം? 4 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാ. എന്താണ്? താജ്മഹൽ കിസ് നദി കെ കിനാരെ പർ സ്ഥിതി ഹൈ. ഓപ്ഷൻ എ ഗംഗാ നദി, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി പമ്പ, ഓപ്ഷൻ ഡി യമുന. എന്താണ് ഉത്തരം?
റെഡി നമുക്കറിയാം. അത് വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം എന്താണ്, യമുന തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അറിയാത്തവർ എന്താണ്, ഓരോ വരികളും പോയിക്കോ. സംസ്കൃതി ജോ ദില്ലി ഹേ, കുത്തുബ് ഇന്ത്യ, ശാന്താർ പ്ലേസ്, രാജ്ഘട്ട് ഗാന്ധി സ്ഥിതി ഹേ. ഇവിടെയാണ് താജ്മഹൽ നമ്മൾ വായിച്ചത്, നടുക്കോട്ടല്ലേ. താജ്മഹൽ യാസെ ലഗ്ഭഗ് 200 കിലോമീറ്റർ ദൂർ ഹേ. ആഗ്ര മേ യമുന കെ കിനാരെ പർ സ്ഥിതി ഹേ. എവിടെയാണ് ഇത് വരുന്നത്? ആഗ്ര മേ യമുന കെ കിനാരെ പർ സ്ഥിതി ഹേ എന്ന പാരഗ്രാഫിൽ അവിടെ വരുന്നു. സോ ക്ലിയർ ആയി, റെഡി അല്ലേ? അങ്ങനെ നമ്മൾ ഓരോ വരി, ആ പേര് എവിടെ കിട്ടുന്നു അവിടെ കൊണ്ടുപോയി പെണ്ണ് നിർത്തിക്കോ. ഓരോ ഈച്ച് ആൻഡ് ലൈന് വായാൽ മതി. എവിടെയാണ് നമുക്ക് വേണ്ടത്? യമുന ഓപ്ഷനുള്ള ഏതെങ്കിലും ഒരു സാധനം എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയിക്കോ. റെഡി അല്ലേ ബച്ചോ? तो क्या है अगला, क्या है नेक्स्ट? ओके, सो मीनू अपनी माँ बाप के साथ दिल्ली देखने गई. ओके, उपरोक्त खंड की सहायता से मीनू के यात्रा वृत्त का अंश तैयार करे. ഒന്നുകിൽ മീനുവിടെ ആയിട്ട്, മീനു ആ ഒരു ഇവരുടെ കൂടെ ഇതൊക്കെ കറങ്ങാൻ പോയി. അപ്പോൾ ആ മീനുവിടെ യാത്രാവൃത്തമായിട്ട് ഒരു യാത്രാ വിവരണം പോലെ യാത്രാക്കുറിപ്പായിട്ട് മീനു എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മളാണ് ആ ഒരു പേഴ്സൺ എങ്കിൽ നമ്മൾ നറേറ്റ് ചെയ്യുന്ന രീതി തന്നെ എഴുതുന്ന രീതിയിൽ ചെയ്തോ. അങ്ങനെ വേണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് തോന്നുന്നവർക്ക് എന്താണ് യാത്രാവൃത്തം, അത് ഒന്നുമില്ല. നമ്മൾ അത് വായിച്ചതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൽ മതി. എന്താണ്? मैंने തുടക്കത്തിൽ എന്ത് എഴുതാം? मैंने, ഞാൻ, कहाँ पे, इतिहास, संस्कृति और आधुनिकता का संगम, दिल्ली गया था. ഓക്കെ, ദില്ലി ഗയാ था. ചെറിയ ഇതിൽ തന്നെ ചെറിയ പരിപാടി മാറ്റിയാൽ തന്നെ നമുക്കത് ഉത്തരം എഴുതാം. അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് സ്കിപ്പ് ചെയ്ത് അടുത്തിലേക്ക് വരാം. നമ്മുടെ എളുപ്പമുള്ള പരിപാടി എന്താണത്? നമൂനെ കെ അനുസാർ ഖംബെ കി പൂർത്തി കരെ. ഓർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എളുപ്പം. എന്താണ്? ആ 4 എണ്ണം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടി. അതാണ് ഇവിടുത്തെ. എന്താണ്? യഹാ കാ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആകർഷക് ഹേ. എവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് ആകർഷക്? ഉത്തരം നമുക്ക് നോക്കാം. കിധർ ഹേ? अद्भुत दिल्ली, कुतुब मीनार है, शानदार जो पर्यटक है, गांधी जी का जो राजघाट है, लाल किले का लाइट एंड साउंड. അപ്പൊ ലാൽ കിലെ എന്ന് ചോദ്യത്തിലുണ്ടോ? ഇതാ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവിടെ വന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ് ചോദ്യത്തിലുള്ളത്. അപ്പൊ അവിടെ എന്താണ്? ലാൽ കിലെ എന്ന് ഉത്തരം എഴുതി നമ്മൾ അവിടെ തീർത്തു. ലാൽ കിലെ വന്നു. അടുത്ത എന്താണ്? യഹ് യുദ്ധ മേ ഷഹീദ് ഹുയേ സൈനിക കാ സ്മാരക് ഹേ. യുദ്ധത്തിൽ മരിച്ച ഷഹീദ്, ഓക്കെ, അവരുടെ വെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ സ്മാരകമായിട്ടാണ് എന്ത് പറയുന്നത് നോക്കാം. ഇതിഹാസ് ജോ ജീവൻ ദില്ലി കെ ബീച്ചം ബീച്ച് സ്ഥിത് യുദ്ധ സ്മാരക് ഹേ. ഇന്ത്യ ഗേറ്റ് ഏക് യുദ്ധ സ്മാരക് ഹേ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം നമ്മൾ? എന്താണ് ഇവിടെ എഴുതേണ്ടത്? ഇന്ത്യ ഗേറ്റ്. ഓക്കെ, ഇന്ത്യ ഗേറ്റ്. ഓക്കെ, ഇന്ത്യ ഗേറ്റ് എഴുതുന്നു. നമുക്ക് അവിടെ വീണ്ടും 1 മാർക്ക് കിട്ടി. അടുത്തത് എന്താണ്? ഫോണ്ട് थोड़ा अच्छा से लिखते हैं आप लोगों के लिए, थोड़ा अच्छे से लिखते हैं. ओके, ഇന്ത്യ ഗേറ്റ് എന്ന് എഴുതുന്നു. അടുത്ത എന്താണ് ചോദ്യം? क्या है? युद्ध स्मारक है, राष्ट्रीय संग्रहालय, ये अनश्वर प्रेम का प्रतीक है. അനശ്വരമായ പ്രേമത്തിന്റെ പ്രതീകമാണ് എന്ന് നമുക്ക് ഇവിടെ നോക്കാം. നമുക്കറിയാം ഷാജഹാൻ മുംതാസ് ആണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അനശ്വർ പ്രേം കാ പ്രതീക് ഹേ. എവിടെയാണ് അനശ്വർ പ്രേം കാ പ്രതീക് ഹേ? ജോ. അപ്പൊ തൊട്ടു മുമ്പിൽ എന്താണ് പറയുന്നത്? എവിടെയാണ്? യമുന കിനാരെ സ്ഥിതി ഹേ, കിലോമീറ്റർ ദൂർ ഹേ. क्या है? ताजमहल यहाँ के लगभग 200 किलोमीटर दूर है, यमुना के किनारे पर स्थित है. എല്ലാം കോമയിലാണ് പോകുന്നത്. ജോ. അപ്പൊ താജ്മഹൽ. ഉത്തരം എന്താണ്? ഫേമസ് ഡെസ്റ്റിനേഷൻ ആണ്, സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ എഴുതാ താജ്മഹൽ എന്ന് എഴുതാം. ഓക്കെ, താജ്മഹൽ അവിടെ എഴുതുന്നു. വീണ്ടും ഒരു ഉത്തരം കിട്ടുന്നു. അടുത്ത എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഭാരത് के सबसे बड़े संग्रहालय में एक है. संग्रहालय में एक क्या है? संग्रहालय ഇവിടെ ഉണ്ടല്ലോ. सबसे बड़े संग्रहालय से एक है. क्या है? രാഷ്ട്രീയ സംഗ്രഹാലയ. രാഷ്ട്രീയ എന്ന് എഴുതിയാൽ തന്നെ എന്താണ്? രാഷ്ട്രീയ സംഗ്രഹാലയ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എവിടെ എന്ത് കിട്ടി? അവിടുത്തെ മാർക്ക് അവിടെ പക്കയായി. അടുത്ത എന്താണ്? राष्ट्रपति भवन का उद्यान है. राष्ट्रपति भवन का उद्यान क्या है? उद्यान क्या है? പൂന്തോട്ടം. ഏതാണ് പൂന്തോട്ടം? അമൃത ഉദ്യാൻ. ഓക്കെ, അമൃത ഉദ്യാൻ എന്ന് പറയാം, അല്ലെങ്കിൽ മുഗൾ ഗാർഡൻ എന്ന് പറയാം. അമൃത ഉദ്യാൻ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? മുഗൾ, അല്ലെങ്കിൽ ഓർ മുഗൾ ഉദ്യാൻ എന്നും പറയാം. സോ ഇത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ എന്താണ്? പാരഗ്രാഫിലുള്ളത് വരി വായിച്ചിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾ മിസ് ചെയ്യരുത്. പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇതുപോലത്തെ ഒരു എന്തായാലും പാരഗ്രാഫ് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാം. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം.
അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചോ, മനസ്സിരുത്തിയിട്ട് തന്നെ പഠിക്കാതെ തന്നെ വായിച്ചോ. നല്ല രീതിയിൽ വായിച്ചാൽ മതി. നല്ല രീതിയിൽ വായിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാം. കുറച്ച് ലാംഗ്വേജ് സ്കിൽ ഉണ്ടായാൽ മതി, വളരെ കുറച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു സ്കില്ല് ഇല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 5 മാർക്ക് എന്താണ് സിലബസ് എന്ന് അറിയാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാം. സോ ബച്ചോ, बहुत बहुत धन्यवाद. अच्छे से पढ़ाई करो. मिलते हैं. थैंक यू.